ബിഗ് ബോസ് മലയാളം സീസൺ 6 ബന്ധപ്പെട്ട് ഞാൻ വായിച്ച 2 പ്രേക്ഷക പ്രതികരണങ്ങൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അത് ആദ്യം തന്നെ പറയാം, ഇത് എഴുതിയവർക്ക് എല്ലാ ക്രെഡിറ്റ്സും നമ്മൾ തന്നിരിക്കുന്നു. വളരെ 2 നല്ല ലേഖനങ്ങളാണ്. നമ്മൾ പറഞ്ഞാൽ ഇത്രയും ശരിയാവില്ല, അതുകൊണ്ടാണ് ഇത് വായിക്കാം എന്ന് വിചാരിച്ചത്. വായിച്ചിട്ട് നമ്മുടെ അഭിപ്രായം ലാസ്റ്റ് പറയുന്നതായിരിക്കും വീഡിയോയുടെ. ഇതുപോലൊരു വിഷം അങ്ങനെ തന്നെ തുടങ്ങാം. ആദ്യ ആഴ്ചകളിൽ സ്വന്തം ക്യാരക്ടർ ഒളിപ്പിച്ചു വെച്ച് എല്ലാവരുടെയും മുന്നിൽ നല്ല പിള്ള ചമഞ്ഞ് കയ്യടി നേടി. 2ാം ആഴ്ചയിലെ ക്യാപ്റ്റൻസിയും പിന്നാലെ വന്ന അപ്രിസിയേഷനും എല്ലാം വേണ്ടി വന്നു തനി സ്വഭാവം പുറത്തു വരാൻ. കഴിഞ്ഞ ആഴ്ച വരെ കുറ്റം പറഞ്ഞു നടന്ന ജാസ്മിൻ ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തതും അതിനുശേഷം ഒലിപ്പിച്ച് ജാസ്മിന്റെ പുറകെ നടന്നതും ലൈവ് എപ്പിസോഡിൽ കണ്ടതാണ്. വൈൽഡ് കാർഡ് കണ്ടസ്റ്റന്റ് സിബിൻ പറഞ്ഞതുപോലെ സ്കൂളിലൊക്കെ കിട്ടുന്ന ലീഡർ ഓർ ക്യാപ്റ്റൻ എന്നൊരു ഭാവം, തനി സ്വഭാവം ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച് തനി സ്വഭാവം ദിനം പ്രതി വന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി ബാക്കി പുറകെ വരികയും ചെയ്യും. പേഴ്സണൽ ഗ്രഡ്ജസ് ഉൾപ്പെടെ നല്ല പിള്ള ചമഞ്ഞ് നോമിനേഷൻ ഉൾപ്പെടെയുള്ള കപട നാടകങ്ങൾ ഇനിയും അഴിഞ്ഞു വീഴട്ടെ. രാവിലെ അൻസിബയോട് കാണിച്ചത് ഉൾപ്പെടെ ആ കയ്യടിയുള്ള പ്രകടനം നമ്മൾ എല്ലാവരും കണ്ടതാണല്ലോ. കാണുന്ന പ്രേക്ഷകരൊന്നും തന്നെ മണ്ടന്മാരല്ല എന്ന് അവള് മറക്കാതിരുന്നാൽ നല്ലത്. പ്രസ് മീറ്റിൽ സിബിനോളം തിളങ്ങിയില്ലെങ്കിലും സൈലന്റ് ആയിട്ട് വളരെ മനോഹരമായിട്ട് മറുപടികൾ പറയാൻ അൻസിബയ്ക്ക് സാധിച്ചു. മോള് മിണ്ടാതിരി, മോള് പറയുന്നത് കേൾക്ക് മോളെ, മോൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലായോ. 32-നടുത്ത് പ്രായമുള്ള അൻസിബയോട് വെറും 23 വയസ്സുള്ള ജാസ്മിൻ കിടന്ന് തുള്ളിയപ്പോൾ ചിന്നുക്കുട്ടി അവിടെ മിണ്ടാതിരി എന്നൊരൊറ്റ ഡയലോഗിൽ അൻസിബ ജാസ്മിന്റെ വായ അടപ്പിച്ചു. ക്യാപ്റ്റനായ ശേഷവും പവർ ടീമിൽ കയറി പറ്റിയ ശേഷവും അപ്സരയുടെ താൻ എന്ന ഭാവത്തിനെതിരെ വളരെ ക്ലാസിക് ആയിട്ട് പ്രതികരിക്കുന്ന അൻസിബ വേറെ ലെവലാണ്. അഭിഷേക് കെ പറഞ്ഞ പോലെ രാജതന്ത്രത്തിലൂടെയാണ് അൻസിബ എന്ന ഗെയിമർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും നെഗറ്റിവിറ്റി തരുന്ന ഒരു ബിഗ് ബോസിൽ വേറെ ഇല്ല. പവർ ടീമിൽ കയറിയതിനു ശേഷം ഇവളുടെ തലയിൽ കൂടെയാണ് ബിഗ് ബോസ് ഓടുന്നത് എന്നാണ് വിചാരം. ജാൻമുണിയെ നോമിനേറ്റ് ചെയ്തതിനു ശേഷം അവർ ഇരുന്ന് കരയുമ്പോ പുറകെ പോയി ജാൻ എന്ന വിളി കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരും. ഒരു ടാസ്ക് പോലും നേരെ ചെയ്യാനുള്ള കഴിവില്ല. ആരുടെയോ ഭാഗ്യം കൊണ്ട് എങ്ങനെയോ ഒരു പ്രാവശ്യം ക്യാപ്റ്റനായി. അതിനുശേഷം നിലത്തൊന്നും അല്ല നിൽപ്പ്. ജാസ്മിൻ ചായയിൽ തുമ്മിയപ്പോൾ അത് കൊടുക്കണ്ട എന്ന് പറയാനുള്ള ബോധം പോലും ഇവർക്ക് ഉണ്ടായില്ല. ഒരു ഫേക്ക് ചിരിയും ഫിറ്റ് ചെയ്ത് ഇരിക്കുന്നത് കണ്ടാൽ എന്തോ വലിയ ആളാണെന്നാണ് ഭാവം. അഹങ്കാരത്തിന് കൈയും കാലും വെച്ചതുപോലെയുള്ള പ്രവർത്തികൾ വേറെ. ഫീമെയിൽ കണ്ടസ്റ്റൻസിൽ ശ്രീരേഖ, നോറ, ഇവൻ ജാസ്മിൻ പോലും ഇവരെക്കാൾ ഫാർ ബെറ്റർ ആണ്. പറയാനുള്ളത് മുഖത്ത് നോക്കി പറയാറെങ്കിലുമുണ്ട്. ഇവരുടെ മുഖം മൂടി അധികം വൈകാതെ അഴിഞ്ഞു വീരും. നല്ല കിടിലൻ എഴുത്താണ് കേട്ടോ, ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഇത് വീഡിയോ ആക്കാമെന്ന് വെച്ചത്. നമ്മൾ നമ്മുടെ കോണ്ടന്റ് വെച്ചിട്ടാണ് സാധാരണ വീഡിയോ ഉണ്ടാക്കുന്നത്. ഇത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇത് എടുത്തത്. പിന്നെ അപ്സരയെ കുറിച്ച് ഇതിൽ പറഞ്ഞത് എല്ലാം കറക്റ്റ് കാര്യങ്ങളാണ് എന്ന് ലൈവ് കാണുന്ന എനിക്ക് കൺഫേം ചെയ്യാൻ പറ്റും. കറക്റ്റ് ഒബ്സർവേഷൻസ് ആണ് എല്ലാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയതായിട്ട് എനിക്ക് തോന്നി. ജിൻഡോ പവർ ടീമിൽ ഉണ്ടായിരുന്നപ്പോ ജയിൽ നോമിനേറ്റ് ചെയ്യാൻ പറ്റാത്ത ഗ്രഡ്ജ് മനസ്സിൽ സൂക്ഷിച്ച് ജാസ്മിനെയും ഗബ്രീനെയും വിശ്വസിപ്പിക്കാൻ വേണ്ടി പട്ടിഷോ ഇറക്കി അവരുടെ പിന്തുണ പിടിച്ചു പറ്റി പവർ ടീമിൽ കയറി. എല്ലാവരും മാനിപ്പുലേറ്റ് ചെയ്ത് ജിൻഡോയെ പുറത്താക്കാൻ നോമിനേഷനിൽ ഇട്ടു. പവർ ടീമിലുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്തു. ഈ ഒരു പോയിന്റ് വളരെ വാലിഡ് ആണ് അപ്സര എന്ന ഗെയിമറിനെ സംബന്ധിച്ചിടത്തോളം. ഇതും കൂടി ആഡ് ചെയ്യാമായിരുന്നു ഈ ഒരു ലേഖനത്തില്. ഏതായാലും കൊള്ളാം, നല്ല എഴുത്ത്. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.